കലാശക്കൊട്ട് ദിനത്തിൽ മന്ത്രിസഭയിലെ പട്ടികജാതി പ്രാതിനിധ്യം ചർച്ചയാക്കി UDF. കെ രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി MP-യാക്കിയ പിണറായി വിജയൻ പട്ടികജാതിക്കാരെ ഒതുക്കിയെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണമാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കോൺഗ്രസ് ജാതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയച്ചപ്പോൾ ഉണ്ടായ മറ്റൊരു രാഷ്ട്രീയം ഒരുപക്ഷെ കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത പങ്കാളിത്തമില്ലാത്ത ആദ്യ സംഭവമാണ് കേരളത്തിലുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പാഞ്ഞാളിലെ UDF പൊതുയോഗത്തിലും പിന്നീട് സോഷ്യൽ മീഡിയയിലും മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷമായാണ് പ്രതികരിച്ചത്. കുഴൽനാടൻ ഇപ്പോൾ ജാതി രാഷ്ട്രീയം കളിക്കുകയാണ്. എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി എന്തും ഉപയോഗിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു പ്രയോഗമാണ് നടത്തിയത്. ജാതിയുടെ പ്രയോഗം. ജനസംഖ്യാ പ്രാതിനിധ്യത്തെക്കാൾ കൂടിയ ബജറ്റ് വിഹിതം പട്ടികജാതിക്കാർക്ക് നൽകുന്ന സർക്കാരാണ് LDF-ന്റേതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പട്ടികജാതി പ്രതിനിധികൾക്ക് നേരിട്ടിടപെട്ട് തീരുമാനിക്കും വിധം പകുതിയോളം പണം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടികജാതിക്കും പട്ടികവർഗത്തിനും പ്രാതിനിധ്യം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊടിക്കുന്നിൽ സുരേഷും രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ പട്ടികജാതിയിൽപ്പെട്ടവരും പട്ടികവർഗത്തിൽപ്പെട്ടവരും മന്ത്രിസഭയിലുണ്ടായി. ഇപ്പോൾ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം മാറിയത്? അതാണ് ചോദ്യം. അത് രാഷ്ട്രീയ ചോദ്യമാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് ജാതി വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപം പറയുന്നത് ശരിയാണോ? ഇവിടെ ഒരു മന്ത്രി പദവിയിൽ ഇരുന്ന ഒരാളിനെ ഡൽഹിയിലേക്ക് അയച്ച് അവിടെ 4 MP-മാരിൽ ഒരാളാക്കി അദ്ദേഹത്തെ ഇകഴ്ത്തുകയാണ് CPM ചെയ്തതെന്ന്. കലാശക്കൊട്ട് ദിനത്തിലെ മുഖ്യ ചർച്ച പട്ടികജാതിക്കാരുടെ അധികാര പ്രാതിനിധ്യമായി മാറിക്കഴിഞ്ഞു. ടീം മീഡിയ 1 ചേലക്കര.